എല്ലാവർക്കും എവിഷൻ അക്കാഡമിയിലേക്ക് ഹാർദവമായ സ്വാഗതം. രസതന്ത്രത്തിലെ ഒരു മാർക്ക് സെക്ഷനിലേക്ക് നിങ്ങളെ വീണ്ടും ക്ഷണിക്കുന്നു. നോക്കി, നമുക്ക് ചുറ്റും കാണുന്ന പദാർത്ഥങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായതും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികകളെയാണ് ആറ്റം അഥവാ ആറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ ആറ്റത്തിന്റെ ഉള്ളിലെ കേന്ദ്രഭാഗം, അതും പോസിറ്റീവ് ചാർജുള്ള ഈ കേന്ദ്രഭാഗത്തെ വിളിക്കുന്നു ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന രണ്ട് വ്യത്യസ്ത കണങ്ങളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവും ന്യൂട്രോണുകളുടെ ചാർജ് ഇല്ലാത്തതുമാണ്. ഇനി ആ ന്യൂക്ലിയസിന് പുറത്ത് ആറ്റങ്ങളുടെ വശങ്ങളിൽ വലയങ്ങൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളെ ഷെല്ലുകൾ അഥവാ ഓർബിറ്റുകൾ എന്ന് വിളിക്കുന്നു. ഈ ഷെല്ലുകളിലൂടെയാണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളായ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷെല്ലുകൾക്കുള്ളിൽ ഈ ഇലക്ട്രോണുകൾ ഇരിക്കുന്ന സ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ലുകൾ. സബ് ഷെല്ലിന്റെയും ഉള്ളിൽ ഇലക്ട്രോണുകൾ ഇരിക്കുന്ന സ്ഥാനത്തെ ഓർബിറ്റൽ എന്ന് പറയും. അങ്ങനെ ഒരു ഓർബിറ്റലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വെറും 2 ആണ്. അതിലുള്ള ഓരോ ഇലക്ട്രോണിന്റെയും സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സിനെ 4 തിരിക്കുന്നു: പ്രിൻസിപ്പിൾ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ. ഈ ഓരോ ക്വാണ്ടം നമ്പർ അനുസരിച്ച് വിവിധ ഷെല്ലുകളിൽ കാണുന്ന ഇലക്ട്രോണുകൾക്ക് അവയുടെ ഐഡന്റിറ്റി ലഭിക്കുന്നു. ഇതുപോലെയുള്ള അറിവുകൾക്ക് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.